നമസ്കാരം, എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഡിഷാണ്. അപ്പോൾ വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കും അതേപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റിൽ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ ചാനലിൽ ബ്യൂട്ടി റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും, കുക്കിംഗ് ഉണ്ടായിരിക്കും, വ്ളോഗ്സ് ഉണ്ടായിരിക്കും, അതേപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെറൈറ്റി ഡിഷ് എന്താണ് ഇന്നത്തേന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഡിഷിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാസ്തയാണ്. അപ്പോൾ ഞാനിവിടെ ട്യൂബ് ടൈപ്പിലുള്ള പാസ്തയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഏത് ഷേപ്പിലുള്ള പാസ്ത എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ക്രീം ചീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള 2 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ സ്ക്വയർ ഷേപ്പിലുള്ള ചീസും കൂടി എടുത്തേക്കാണ്. അപ്പോൾ ക്രീം ചീസിൻ്റെ ബോട്ടിലുള്ള ചീസാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം മതിയാവും. ഇതുപോലെ 2 തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, ഒരു ഫ്രഷ് ക്രീമാണ് പിന്നെ നമുക്ക് ആവശ്യം. പിന്നെ ആവശ്യം തഹിനി പേസ്റ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വെളുത്ത എള്ളുണ്ടല്ലോ, അതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ തഹിനി പേസ്റ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം സ്വീറ്റ് ചില്ലി സോസാണ്. സ്വീറ്റ് ചില്ലി സോസ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ലെബ്നയാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു ടർക്കിഷ് മിൽക്കാണ്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് യോഗർട്ട് ചേർത്താൽ മതി. പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ അതുപോലെ മിൽമേരൊക്കെ തൈര് കിട്ടും, അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മയോണൈസാണ്. അപ്പോൾ മയോണൈസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ബോട്ടിലിൽ മയോണൈസ് ഉള്ള കാരണം ഞാൻ അത് ചേർക്കുകയാണ്. പിന്നെ ആവശ്യം സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ ഇവിടെ ടിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ടിന്നിലുള്ളത് ആഡ് ചെയ്യണത്. ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോണാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ആവശ്യം നമുക്ക് ഹണിയാണ്. അപ്പോൾ ഹണിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പോണത് പാഴ്സ്ലി ലീഫാണ്. അതായത് നമ്മൾ മല്ലിയില പോലെ ഇരിക്കും, പക്ഷെ മല്ലിയിലയില്ല, ഇതിൻ്റെ സ്മെല്ലൊക്കെ വേറെയാണ്. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ ലീഫ് കിട്ടിയില്ലെങ്കിൽ മല്ലിയില ആഡ് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിതിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പാസ്ത വേവിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം തിളച്ചതിന് ശേഷം പാസ്ത ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ, അതായത് വെളിച്ചെണ്ണ പറ്റില്ല, ബാക്കിയുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 1 ടീസ്പൂണോളം ചേർക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് എടുത്തു കേട്ടോ പാസ്ത വെന്ത് കിട്ടാനായിട്ട്. നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാൻ പോവാണ്. ആ ഓയിൽ ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പാസ്ത ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാസ്ത വെന്തോന്നറിയാൻ നമ്മൾ വെള്ളത്തിലുള്ളപ്പോൾ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കുക. അപ്പോൾ അത് ശരിക്കും മുറിയുന്നുണ്ടെങ്കിൽ വെന്തോന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം മാത്രം ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മളുടെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി പാസ്ത സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ചീസുകൾ പൊട്ടിച്ചിടുക. ക്രീം ചീസാണ്, കുപ്പിയിൽ കിട്ടുന്ന ക്രീം ചീസാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർക്കുക. എന്നിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായി അത് മിക്സാക്കി എടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഒരു 4 ടീസ്പൂണോളം, അതായത് ടീസ്പൂണല്ല 4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ലെബ്നെ ചേർക്കാൻ പോവാണ്. അതായത് ടർക്കിഷ് മിൽക്കാണിത്. അപ്പോൾ ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ യോഗർട്ട് ചേർത്താൽ മതി. പുളിയില്ലാത്ത
കട്ട തൈര് ചേർത്താലും മതിയാവും. അതും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുകയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് തഹിനി പേസ്റ്റാണ്. അതായത് അത് വെളുത്ത എള്ള് വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് പൊടിയായിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ പേസ്റ്റ് രൂപത്തിലുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. അതും 2 ടേബിൾ സ്പൂണോളം ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് സ്വീറ്റ് ചില്ലി സോസാണ്. അത് 1 ടേബിൾ സ്പൂണോളാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. അത് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഒരുപാട് എരിവ് ഉള്ള ഡിഷൊന്നല്ല. അപ്പോൾ ഒരു ചെറിയ പുളിപ്പും മധുരവും എല്ലാം കൂടിയുള്ള ഒരു ഡിഷാണ്. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. കാരണം നമ്മൾ ചേർത്ത മയോണൈസ്, അതേപോലെ ചീസുകൾ, പിന്നെന്താ സോസ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് സ്വീറ്റ് കോണാണ്. ഇതിലിപ്പോൾ ടിന്നിലുള്ള സ്വീറ്റ് കോണാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ 1 ടീസ്പൂണോളം പാഴ്സ്ലി ലീഫ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ, അതായത് ക്യാപ്സിക്കം, അതേപോലെ ക്യാബേജ്, അങ്ങനത്തെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ സാലഡിലിടുന്നത്, അത് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രമാണ് ചേർക്കണത്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇവിടെ പാസ്ത സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മളുടെ പാസ്ത സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. വെറൈറ്റി ആൻഡ് ടേസ്റ്റി റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡിഷ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതായത് അത് പാസ്ത വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഒപ്പം തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ, ഇഷ്ടമായാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നന്ദു അമ്മ ബുക്ക് എടുത്ത് തന്നെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാലക് പാസ് വ്യത്യസ്തമായ രുചിയിലൊരു അയ്യോ